ശേഷമാണ് മരക്കമ്പിലൊക്കെ ഗോഡൗൺ ആയതിന് ശേഷമാണ് ഈ ചുവടിൻ്റെ ഏർപ്പാട് വന്നത്. ലിറ്ററിന് 200 രൂപയാണ് പായസത്തിന്റെ വില. 100 രൂപ. അതുപോലെ തന്നെ ജ്യൂസിന് ഒരാൾക്ക് ധൈര്യമായിട്ട് കുടിക്കാനുള്ള ജ്യൂസ് ഉണ്ട്. ഹായ്, ഞങ്ങളിന്ന് വ്യത്യസ്തമായൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. വേറൊന്നുമല്ല, നമ്മളിപ്പോൾ സാധാരണ യാത്ര ചെയ്യുമ്പോൾ റോഡരികിലൊക്കെ ആളുകൾ സാധനം ചൂട്ടി വിൽക്കുന്ന നമ്മൾ കാണാം. അപ്പോൾ നമ്മളത് സാധാരണ നമ്മൾ ശ്രദ്ധിക്കാറില്ല, അല്ലെങ്കിൽ നമുക്ക് സമയം ഉണ്ടാകാറില്ല. പക്ഷെ ഇന്ന് വളരെ വ്യത്യസ്തമായൊരു വീഡിയോ ആണ്. നമ്മൾ ഒരു റോഡരികിൽ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ്. അപ്പം അതും നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ഇതിൻ്റെ കൂടെ നമ്മളെ മുത്തുണ്ട്. ഹായ്. അപ്പോൾ വളരെ ടേസ്റ്റിയായ ഫാഷൻ ഫ്രൂട്ട് ജ്യൂസാണ്. അപ്പോൾ നമുക്ക് കാനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ യാത്രാ സ്പേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പേര് ഹിലറാണ്. എത്ര ആയി ഇവിടെ? ഇതിപ്പോൾ ഇന്ന് തുടങ്ങിയതാ. ഇനി ഒന്നും ഇവിടെ ഉണ്ടാവും. ഉദ്ഘാടനം. അത് പൊളിക്കും. അപ്പൊ ഇക്കാക്ക് ഏകദേശം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉണ്ടാവും ഇവിടെ. രാത്രി വരെ ഉണ്ടാവും. അപ്പൊ ഇന്ന് ഉദ്ഘാടന ദിവസമായിട്ട് ഫസ്റ്റ് തന്നെ ഞങ്ങളൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. ഒരുപാട് ആളുകൾ എന്തുണ്ട്, ഞങ്ങൾ പിന്നെ ജ്യൂസ് കുടിക്കുന്നുണ്ട്. വളരെ ടേസ്റ്റിയും ഹെൽത്തിയാണ്. ധൈര്യമായിട്ട് കുടിക്കാം, ഒരു കംപ്ലൈൻറ്റും ഇല്ല. ആർക്കും വന്ന് കുടിക്കാം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാവൂർ റോട്ടിൽ ചാരി. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാവൂർ റോട്ടിലാണ് ഇതുള്ളത്. ഏകദേശം ഒരു 250 മീറ്റർ കോളേജിൻ്റെ മെഡിക്കൽ കോളേജിൽ മാവൂർ റോട്ടിന് 250 മീറ്ററാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഈ ഹിലർ പറഞ്ഞ വ്യക്തി ഇതാണ് നമ്മളെ കാക്ക എന്നും ഇവിടെ ഉണ്ടാവും. ഇനി ഡയലി ഫാഷൻ ഫ്രൂട്ടും പിന്നെ അതുപോലെ തന്നെ പായസമുണ്ട്. എന്ത് പായസമാണ് അമ്മ? പാലട പ്രഥമൻ. അടിപൊളി പായസം ഉണ്ട് കേട്ടോ. ഇക്കാലത്ത് എത്ര പായസത്തിന് വില? ഒരു ലിറ്ററിന് 200 രൂപയാണ് പായസത്തിന്റെ വില. 100 രൂപ. അതുപോലെ തന്നെ ജ്യൂസിന് ഒരു ഗ്ലാസ് ഒരാൾക്ക് ധൈര്യമായിട്ട് കുടിക്കാനുള്ള ജ്യൂസ് ഉണ്ട്. കണ്ടില്ലേ, 30 രൂപ ഒരു ഗ്ലാസ്സിന്. നല്ല ടോപ്പ് ടേസ്റ്റ് ഉണ്ട്, അടിപൊളി സാധനം. മാത്രമല്ല ഈ വേനൽ ചൂടിന് നല്ല തണുത്ത ഫാഷൻ ഫ്രൂട്ട് ആകുമ്പോൾ അതൊന്നൊരു ടേസ്റ്റ് കേട്ടോ. എത്ര വർഷമായി നിങ്ങൾ ചുമട് തൊഴിലാളി? 50 വർഷമോ? 50 വർഷം അദ്ദേഹം ചുമട് തൊഴിലാളി ജോലി ചെയ്തിട്ടുണ്ട്. മരക്കമ്പനി ലോഡിങ് അത് കഴിഞ്ഞ ശേഷമാണ് മരക്കമ്പിലൊക്കെ ഗോഡൗൺ ആയതിന് ശേഷമാണ് ഈ ചുവടിൻ്റെ ഏർപ്പാട് വന്നത്. ഒരുപാട് കാലം മരക്കമ്പനിയിൽ ജോലി ചെയ്ത് അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ചുമട് തൊഴിലാളിയായിട്ട് അദ്ദേഹം അതിൽ നിന്ന് മാറിയത്. 50 വർഷമായി അദ്ദേഹം അത്തരം ജോലിയിൽ ഏർപ്പെട്ടിട്ട്. അത് ശരി. അപ്പം അദ്ദേഹം അതിൽ നിന്ന് പെട്ടെന്നൊരു വീണ് അദ്ദേഹത്തിൻ്റെ കൈക്ക് സാരമായി പരിക്കേറ്റ് പിന്നെ മറ്റുള്ള ജോലിക്കൊന്നും പോകാൻ കഴിയാത്തൊരവസ്ഥ വന്നപ്പം അദ്ദേഹം ആകെയുള്ളൊരു വഴിയാണിത്. ഈ ജ്യൂസ് ഈ വഴിയോരത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപത്ത് വഴിയോരത്ത് അദ്ദേഹം നല്ലൊരു ഡ്രിങ്ക് എല്ലാവർക്കും 30 രൂപയുള്ളൂ. നല്ല ധൈര്യമായിട്ട് ഹെൽത്തിയായിട്ട് കുടിക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടല്ലോ, ഇത്തരം ഒരുപാട് ജീവിതങ്ങൾ നമ്മളെ ചുറ്റിലുണ്ട്. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഇങ്ങനത്തെയുള്ള ജീവിതങ്ങൾ കണ്ടുമുട്ടും. ഇതുപോലുള്ള കച്ചവടങ്ങൾ കാണാം. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് നമുക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾ അവരൊക്കെ ഒന്ന് ഒരു ജ്യൂസോ മറ്റോ എന്തെങ്കിലുമൊക്കെ വാങ്ങി നിങ്ങൾ അവരുമായി സഹകരിക്കുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇത്തരം ആളുകളിൽ നിന്നൊക്കെ നമ്മൾ ഈ കടകളിൽ നിന്നൊക്കെ വാങ്ങണ്ടെന്നല്ല, ഇത്തരം ആളുകൾ എന്ത് ചെയ്യണം, ജീവിക്കാൻ നമുക്കൊരു വഴി ആണ് അവർ തേടുന്നത്. അതിന് നമ്മൾ മാക്സിമം പിന്തുണ കൊടുക്കണം. അതെ, എത്രയോ കുടുംബങ്ങൾ കഴിയുന്നത് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ജീവിതമാർഗമായിട്ടാണ്. അപ്പോൾ നമ്മളും നിങ്ങളും ഒക്കെ സഹകരിച്ചാൽ അവരുടെ ജീവിതവും മുന്നോട്ട് പോകും. അപ്പോൾ ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ ചെറിയ ചെറിയ വീഡിയോകളുമായിട്ട് നിങ്ങൾ വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും ഞങ്ങളൊപ്പം കട്ട സപ്പോർട്ടായിട്ട് വേണം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ അമർത്തി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ. പൊളിക്കൂട്ടോ സംഭവം.